മറ്റൊരു വാർത്തയിലേക്ക്. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരായ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. അടൂർ ഗോപാലകൃഷ്ണന്റെയും പരാതിക്കാരൻ ദിനുവിന്റെയും മൊഴിയെടുക്കും. കോൺക്ലേവിൽ പങ്കെടുത്തവരുടെയും മൊഴി രേഖപ്പെടുത്തും. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാകും കേസെടുക്കുന്നതിൽ തീരുമാനം ഉണ്ടാകുക. അടൂരിനെതിരെ പ്രാഥമിക അന്വേഷണത്തിനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോൺക്ലേവിൽ പങ്കെടുത്തവരുടെയും ഒപ്പം തന്നെ പരാതിക്കാരനായ ദിനുവിന്റെയും മൊഴിയെടുക്കുവാനും ഈ ഘട്ടത്തിൽ തീരുമാനം ഉണ്ട്. റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സിജോ വി ജോൺ ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. സിജോ, ഇതൊരു പ്രൈമറി തല അന്വേഷണം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഈ വാർത്തയുടെ വിവരം? മറ്റൊരു സാങ്കേതികപരമായ നടപടിയാണ്. ഈ കേസ് എടുക്കുന്നതിന് മുന്നോടിയായി, അത് കേസ് എടുക്കണമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും സൂക്ഷ്മമായി തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് ഒരു നിയമോപദേശം തേടിയിരുന്നത്. ആ നിയമോപദേശത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഈ പ്രസംഗം ഒരു കേസെടുക്കാനുള്ള ഒരു സാഹചര്യമില്ല, അല്ലെ SC വകുപ്പ് പ്രകാരം കേസെടുക്കാൻ പറ്റുന്ന വകുപ്പുകൾ ഈ പ്രസംഗത്തിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അത് പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞിരുന്നത് നേരിട്ട് വാക്കാൽ അത്തരത്തിലുള്ള ഒരു പരാമർശം, അധിക്ഷേപകരമായ ഒരു പരാമർശം അടൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസ് ഒരു പടി കൂടി വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോവുകയാണ്. അതിന്റെ ഒരു പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ പെറ്റീഷൻ എൻക്വയറി എന്നാണ് പറയുന്നത്. ആ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി അടൂർ ഗോപാലകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ പരാതിക്കാരനായ ദിനുവിന്റെ മൊഴി രേഖപ്പെടുത്തും. ഈ കോൺക്ലേവിൽ പങ്കെടുത്തിരുന്ന ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തും. കോൺക്ലേവിൽ പങ്കെടുത്ത ആളുകളിൽ പ്രധാനപ്പെട്ട ആൾ എന്ന നിലയിൽ അന്ന് അടൂരിന്റെ പ്രസംഗം നടക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച പുഷ്പാവതിയുടെ മൊഴിയാണ് പ്രധാനമായും രേഖപ്പെടുത്തുക. മറ്റുള്ള ആളുകളുടെയും ചില ആളുകളുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം അത് വിശദമായി പരിശോധിച്ചതിന് ശേഷമാവും കേസെടുക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് പോവുക. ഈ നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും നിയമോപദേശം ആവശ്യമുണ്ടെങ്കിൽ അതും തേടിയതിനു ശേഷമായിരിക്കും ഇത്തരം നടപടികൾ പോകുക. എന്തായാലും നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഈ പരാതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് കേസെടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചാൽ ഈ പരാതിക്കാരനായ ദിനു കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വളരെ സൂക്ഷ്മതയോടെ, കരുതലോടെ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. സിജോ വി ജോൺ ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.